വിഷയം നമ്മൾ ഉണർത്താനുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ഈ പെണ്ണുങ്ങൾ, ഗർഭിണികളായ പെണ്ണുങ്ങൾക്കൊക്കെ നമ്മൾ ഗൈനക്കോളജിസ്റ്റുകളെ കാണിക്കുന്ന സമയത്ത് നമ്മുടെ ഇസ്ലാമിന്റെ ശരീഅത്ത് പ്രകാരം നമ്മൾ എപ്പോഴും ഒരു മുസ്ലിമത്തായ ഒരു ലേഡി ഗൈനക്കോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്കാണ് മുൻഗണന, അവരെയാണ് നമ്മൾ കാണിക്കേണ്ടത്. പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ വയറൊക്കെ സ്കാൻ ചെയ്യുന്നതൊക്കെ അത് പുരുഷന്മാർ ചെയ്യുമ്പോൾ ഗീറത്തുള്ള ഒരു മനുഷ്യൻ, ഈമാനുള്ള ഒരു മനുഷ്യന് അത് സഹിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ആദ്യം ഏത് ഡോക്ടറെ സമീപിക്കുകയാണെങ്കിലും, നമ്മുടെ ഒരു ഭാര്യയ്ക്ക് ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ ഒരു മുസ്ലിമച്ചായ ഒരു ലേഡി മുസ്ലിം ഡോക്ടർ ഉണ്ടോ? ഇല്ല. എന്നാ ഒരു നോൺ മുസ്ലിം ലേഡി ഉണ്ടോ? അതും ഇല്ല. ഇല്ലെങ്കിൽ ഒരു മുസ്ലിം മെയിൽ ഡോക്ടർ ഉണ്ടോ? ഇല്ല. എങ്കിലേ ഒരു നോൺ മുസ്ലിം മെയിൽ ഡോക്ടർക്ക് ഓപ്ഷൻ ഉള്ളൂ എന്നാണ്. നമ്മൾ അങ്ങനെ ആ ഒരു സ്റ്റേജിലാണ് പോവേണ്ടത്. അപ്പൊ ആ വിഷയം ശ്രദ്ധിക്കുക. അത് വളരെ കൂടുതൽ പെണ്ണുങ്ങളൊക്കെ പഠിക്കേണ്ട വിഷയമാണ് ഗൈനക്കോളജി. ആണുങ്ങളൊക്കെ ഗൈനക്കോളജിസ്റ്റുകളായിട്ടുണ്ട് നാട്ടിലൊക്കെ. എന്തോ ഒരു ഇടങ്ങാറാണൊക്കെ അവരത്ത്. അപ്പോ ഏതായിരുന്നാലും ആ വിഷയത്തിൽ കുറെ പെണ്ണുങ്ങളൊക്കെ പഠിച്ച് ഉഷാറായിട്ട് വരണം. നമ്മൾ കുട്ടികൾക്കൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ചെവിയിലൊക്കെ ഒരു കൊടുക്കാനൊക്കെ നല്ല മുസ്ലിമത്തായ ഡോക്ടർമാര് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ എത്ര റാഹത്താണ് അല്ലെ. മുസ്ലിം നഴ്സുമാർ വേണം, ഡോക്ടേഴ്സ് വേണം, ഗൈനക്കോളജിസ്റ്റുകളൊക്കെ വേണം. നമ്മൾ കുട്ടികൾക്ക് നന്നായി പഠിക്കണം. ഹറാമല്ലയോ? ഡോക്ടർമാരെ സമീപിക്കുന്ന വിഷയത്തിൽ പോലും അങ്ങനെയല്ലേ ശരീഅത്തിന്റെ രീതി? ഒരു പെണ്ണിന് ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ഒരു മുസ്ലിമത്തായ ലേഡി ഡോക്ടർ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ല എന്ന് വിചാരിക്കുക. മുസ്ലിമത്തല്ലാത്ത ഒരു ലേഡി ഡോക്ടറെ സമീപിക്കണം. അതും കിട്ടുന്നില്ല. മുസ്ലിമായ ഒരു മെയിൽ ഡോക്ടർ ഉണ്ടോ? അതും ഇല്ലെങ്കിലേ ഒരു നോൺ മുസ്ലിം മെയിൽ ഡോക്ടറെ ചോയ്സ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ, ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. നമ്മൾ ആര് ശ്രദ്ധിക്കുന്നുണ്ട്? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയല്ലേ. നമ്മളൊരു എമർജൻസിയിലേക്ക്, അതല്ല നമ്മൾ പറയുന്നത്, ഒരു എമർജൻസിയിലേക്ക് നമ്മൾ കാഷ്വാലിറ്റിയിലേക്ക് പോവുക. അവിടെയല്ല ഈ വിഷയം. നമ്മൾ ഒരു ഔട്ട് പേഷ്യന്റ് എന്ന നിലയിൽ നമ്മൾ ചെന്ന് കയറുകയാണ്. ആ സമയം നമ്മുടെ ഡോക്ടർ ആരാണ്, നമ്മുടെ ഭാര്യയെ ആരാണ് ചികിത്സിക്കുന്നത്, ഇത് നോക്കാനുള്ള ഉത്തരവാദിത്വം പുരുഷന്മാർക്കുണ്ട്, ഭർത്താക്കന്മാർക്കുണ്ട്, പിതാക്കന്മാർക്കുണ്ട്. നമ്മൾ സൂക്ഷിക്കണം.